അപ്പർ കുട്ടനാട്ടിൽ വ്യാപക കൃഷിനാശം 102 ഏക്കർ നെൽകൃഷി മട വീണ് നശിച്ചു. പായിപ്പാട് പഞ്ചായത്തിലെ പാടശേഖരത്താണ് വൻ കൃഷിനാശമുണ്ടായത്. 11 ദിവസത്തോളം പ്രായമായ നെൽച്ചെടികളാണ് നശിച്ചത്. നടൻ കൃഷ്ണപ്രസാദിന്റെ കൃഷിയിടത്തിലാണ് സംഭവം. മിഥുൻ അയ്യപ്പൻ ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, വിശദാംശങ്ങൾ. മഴയെ തുടർന്നാണ് ഇപ്പോൾ കുട്ടനാട്ടിൽ ചില ഇടങ്ങളിൽ വ്യാപകമായിട്ടുള്ള മടവീഴ്ച ഉണ്ടായിരിക്കുന്നത്. കൃഷി ആരംഭിച്ചിരിക്കുന്ന ഇടങ്ങളിലാണ്, അതായത് നെൽകൃഷി വിതച്ചു നിൽക്കുന്ന ഇടങ്ങളിലാണെങ്കിൽ മട വീണ് അധികമായി ജലം കൃഷിയിടത്തിലേക്ക് എത്തുകയും അങ്ങനെ കൃഷിനാശം ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. അപ്പർ കുട്ടനാട്ടിലെ ചങ്ങനാശ്ശേരി താലൂക്കിൽ പായിപ്പാട് പഞ്ചായത്തിന് കീഴിലുള്ള കൊല്ലത്ത് ചാത്തങ്കിരി പാടശേഖരം എന്നറിയപ്പെടുന്ന പാടശേഖരത്തിലാണ് ഇത്തരത്തിലൊരു മടവീഴ്ച ഉണ്ടായി വെള്ളം കുതിച്ചെത്തിയത്. അതിനെ തുടർന്ന് വിതച്ച് 11 ദിവസത്തോളം പ്രായമായ നെൽച്ചെടികളാണ് ഇപ്പോൾ നശിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നടൻ കൃഷ്ണപ്രസാദും പ്രശസ്തനായിട്ടുള്ള കർഷകനുമായിട്ടുള്ള കൃഷ്ണപ്രസാദിന്റെ കൃഷിയിടത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 11 ദിവസത്തോളം പ്രായമായ നെൽച്ചെടികൾ 102 ഏക്കറോളം നെൽകൃഷി ഇടത്തിലേക്കാണ് ഇപ്പോൾ മട വീണ് കൃഷിനാശം ഉണ്ടായിരിക്കുന്നത്. കുട്ടനാട്ടിലാണ് വ്യാപക കൃഷിനാശം സംഭവിച്ചിരിക്കുന്നത്. മിഥുൻ, മറ്റിടങ്ങളിലും ഈ സമാനമായ രീതിയിലായിരിക്കുമോ? കാരണം കനത്ത മഴയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് നമുക്കറിയാവുന്നതാണ്. ശക്തമായിട്ടുള്ള മഴയിൽ പലയിടങ്ങളിലും കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മരങ്ങൾ കടപുഴകി വീണും അതുപോലെ തന്നെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം പ്രവഹിച്ചുമെല്ലാം വലിയ നാശനഷ്ടങ്ങൾ അപ്പർ കുട്ടനാട്ടിലും അതുപോലെ തന്നെ ജില്ലയുടെ വിവിധ ഇടങ്ങളിലും സമാനമായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. കർഷകർ ഏറെ പ്രതീക്ഷയോടെ കൃഷി ഇറക്കിയ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് സർക്കാർ താങ്ങുവില ഇത്തരത്തിൽ സംഭരണ വില താഴ്ത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധികളെല്ലാം തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഇപ്പോൾ വീണ്ടും അവർക്ക് പ്രകൃതി കൂടി അവർക്ക് വില്ലനായിരിക്കുന്നത്. ഏതായാലും കർഷകർക്ക് ഇതിൽ നിന്ന് കരകയറാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് തന്നെയാണ് കർഷകർ വ്യാപകമായി ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ കൃഷി ആരംഭിച്ച് വെറും ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ. വിരിപ്പ് കൃഷിക്ക് ശേഷം ആരംഭിച്ച കൃഷി ഇടങ്ങളാണ് ഇതെല്ലാം. അവിടെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള കൃഷിനാശം ഉണ്ടായിരിക്കുന്നത്.